നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ കറൻറ്റിലി എത്രത്തോളം വേദനിക്കുന്നു, നിങ്ങളിൽ നിന്നും വിട്ടുപോയതിൽ, നിങ്ങളെ അവോയ്ഡ് ചെയ്തതിൽ, നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തിയതിൽ അവർ ഇപ്പം കറൻറ്റിലി എത്രത്തോളം വേദനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ട്സ്, കഴിഞ്ഞു പോയ നിങ്ങളുമായിട്ടുള്ള എനർജിയെ ബേസ് ചെയ്ത് ഇപ്പോഴത്തെ അവരുടെ ഒരു ചിന്ത എന്താണെന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിങ്സ്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇത് ജനറൽ റീഡിങ്സ് ആണ്. എപ്പോഴും പറയാറുണ്ട്, ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമാകുന്നൊരു റീഡിങ്സ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിലാണ് ജനറൽ റീഡിങ്സിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ, പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്കിപ്പോൾ എന്താണ് അവസ്ഥ? അവരുടെ കുറ്റബോധമാണോ, ദുഃഖമാണോ, അതോ അവരേത് എനർജിയിലൂടെയാണ് കറൻറ്റിലി കടന്നു പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഇന്ന് വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്, മെയ് മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്, സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഒക്ടോബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ റീഡിങ്സിലേക്ക്. അപ്പം നമുക്കൊരു പണിയായി ആ റീഡിങ്സിലേക്ക് കടക്കാം. ശരിക്കും പ്രാർത്ഥിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ച് അവരുടെ ആ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എങ്കിൽ അതിൻ്റേതായ രീതിയിൽ ലൈക്ക് ചെയ്തുകൊണ്ട് എനർജിയെ കണക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു റീഡിങ്സ് കാണാൻ പറ്റിയതിലും കേൾക്കാൻ പറ്റിയതിലും എനിക്കിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലും എല്ലാം പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക കേട്ടോ. ഓരോ നിമിഷവും പറ്റുമെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു ഇച്ചിരി സമയമെങ്കിലും നന്ദി പറയുക മനസ്സുകൊണ്ട്. അങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു മണിക്കൂർ ഇടയിട്ട് നമ്മുടെ മൈൻഡിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്ത് കാര്യമാണെങ്കിലും സാധിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു ടെക്നിക്കാണ് അഫർമേഷൻസ്. നമ്മളുടെ ആഗ്രഹത്തിലൂടെ നമ്മളിപ്പോൾ കറൻറ്റിലി കടന്നു പോകുന്നു എന്ന അഫർമേഷൻസും എഴുതുക കേട്ടോ. 9 ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ശക്തമാകുന്നൊരു ബൗണ്ടറി ഉണ്ട്, പ്രതിസന്ധി ഉണ്ട്. ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പം തടസ്സമുണ്ട്, എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അതായത് ഇംബാലൻസിങ് ഉള്ള ഒരു റിലേഷൻ്റെ എനർജിയിലാണ് നമുക്ക് ഈ സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചാലും അവരാഗ്രഹിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുക എന്നത് വളരെയധികം ഡിഫിക്കൽറ്റിയാണ്. അതായത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ശക്തമാകുന്ന ഒരു വേലിക്കെട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവർ ഫാമിലിയുള്ള വ്യക്തിയാവാം, നിങ്ങൾക്ക് ഫാമിലിയുള്ള വ്യക്തിയാവാം, മതപരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെയുള്ള കറൻറ്റ് പ്രോബ്ലംസുകളായിരിക്കാം, അവരുടെ കറൻറ്റ് പ്രോബ്ലംസുകളായിരിക്കാം. ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്കിടയിൽ പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ കൂടിച്ചേരാൻ പാടില്ല എന്ന രീതിയിൽ ഒരു വേലിക്കെട്ടിൻ്റെ എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അത് ഒന്നിലധികം പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്തുള്ള ഒരു തടസ്സമാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സോ അവരുടെ ആരൊക്കെയോ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട് തടസ്സമായിട്ട്. ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ ഉള്ള അവരോടൊപ്പമോ നിങ്ങളോടൊപ്പമോ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് ആയിരിക്കാം. എന്താണെങ്കിലും വിധി എന്ന് പറയുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അതായത് അവർ വിധിയിൽ വിശ്വസിക്കേണ്ടി വരുന്ന വരും വരായികകളെക്കുറിച്ചൊരു ക്ലാരിറ്റി അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് വിധിയിൽ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഫോക്കസ്ഡ് എനർജിയിലാണ്, സ്ട്രഗിൾ എനർജിയിലാണ് കേട്ടോ. അതായത് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന
ഒരു സിറ്റുവേഷൻസിലാണ്. നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അവരെ സംബന്ധിച്ച് അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഒരു പ്രോബ്ലംസും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കടന്നുപോയ സമയത്ത് ഈ വ്യക്തി തന്നെ ക്രിയേറ്റ് ചെയ്ത ചില തടസ്സങ്ങൾ ഇന്ന് അവർക്ക് വിനയായി തീർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് വല്ലാതെ ഒരു പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത് ഫാമിലിപരമായിട്ടൊക്കെ ഇച്ചിരി കണക്റ്റഡ് ആയ ചില വ്യക്തികളുടെ പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഈ ഒരു റിലേഷനിലേക്ക് ഇൻവോൾവ് ആയതോടുകൂടി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത ബന്ധങ്ങളെ കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഫാമിലി പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ ശക്തമാകുന്ന ചില സിറ്റുവേഷൻസുകൾ, പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കാം ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതായിട്ടുള്ള എനർജിയും നമുക്ക് സിറ്റുവേഷൻസിൽ കാണാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ ചിന്തിക്കാത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇവർക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറയുന്നത് അവർ ശരിക്കും കാര്യങ്ങളെ വൈകാരികമാകുന്ന ആ ഒരു ഇമോഷൻസ് ഇവരിലില്ല കേട്ടോ. പൂർണ്ണമായിട്ടും ഇമോഷണലി ഇവരിപ്പോൾ ഒരിടത്തും കണക്റ്റഡ് അല്ല. പൂർണ്ണമായിട്ടും ഇവർ യുക്തി ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, അവരുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു എനർജിയെ മാറ്റി നിർത്തി പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എന്ന് തന്നെയല്ല, ചുറ്റുപാടിൽ മൊത്തത്തിൽ അവർ വളരെ യുക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി വളരെ ശ്രദ്ധയോട് കൂടി ഫോക്കസ് ചെയ്യുന്നതായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും എന്ത് തീരുമാനങ്ങളിലൂടെ ഇപ്പോൾ ഇവർ കടന്നു പോകുമ്പോഴും അവരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ തന്നെ ശക്തമാകുന്ന ഒരു ചേഞ്ചിങ്, പേഴ്സണാലിറ്റിയിൽ ചേഞ്ചിങ് വന്നു, അവരുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ലൈഫ് സ്റ്റൈലിന് ചേഞ്ചിങ് വന്നു. ടോട്ടലി അവരൊന്നും മാറിക്കൊണ്ടിരിക്കുന്നു, അവർ മാറിയിരിക്കുന്നു, പുതിയ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ള ഒരു കാരണം അവരുടെ പാസ്റ്റ് എനർജി തന്നെയാണ് കേട്ടോ. അവർക്കടെ അശ്രദ്ധമാകുന്ന അല്ലെങ്കിൽ അവർ തീരുമാനങ്ങൾ എടുത്തതിൽ വന്ന ചില മിസ്റ്റേക്കുകളായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള എനർജിയിലേക്ക് നോക്കുമ്പം വല്ലാതെ ഒരു അട്രാക്ഷൻ, ഇഷ്ടം, സ്നേഹം, റെസ്പെക്റ്റ്, വലിയൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഫോക്കസ്ഡ് ആണ്. ഒരു പക്ഷേ പാസ്റ്റ് എനർജിയിൽ ഈ വ്യക്തി വലിയ എഫേർട്ട് എടുക്കാതെയാണ് ഈ ഒരു റിലേഷനിൽ നിന്നതെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ കടന്നു പോയതെങ്കിൽ, അതായത് ഒരു സാമട്ടിൽ കണ്ടിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങളുടെ ബന്ധത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ട് നല്ലൊരു ആക്ഷൻ എടുക്കുക, നല്ലൊരു മൂമെൻറ്റ്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണണം, നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ അവരുടെ ഉള്ളിലൊരു ആഗ്രഹം കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് 7 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. തടസ്സങ്ങളുണ്ട് നിങ്ങളിലേക്ക് വരാൻ, നിങ്ങളുമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താൻ, നിങ്ങളോട് തോന്നിയ ആ ഒരു ഇപ്പോഴത്തെ ഈ ഒരു അട്രാക്ഷൻ നിങ്ങളോടൊന്ന് തുറന്നു പറയാൻ അവർക്ക് തടസ്സമുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹത്തെ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസിനെ അവരെന്ത് ചെയ്യേണ്ടി വരുവാണ്, ഹൈഡ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബ്ലോക്ക് എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തടസ്സങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് നൽകണമെന്ന് അവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ തുടക്കം. അതായത് എല്ലാം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു മിസ്സിങ്, നിങ്ങളുടെ ആ ഒരു അകലം ഒക്കെ അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതൊരു പെയിൻഫുൾ ആകുന്നൊരു എനർജിയാണ്. അപ്പോൾ അവിടെ നിന്നും അവർക്ക് പുതിയൊരു സ്റ്റാർട്ടിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളെയും തിരുത്തി ക്ലിയർ ചെയ്ത് മനസ്സ് തുറന്ന് സംസാരിച്ച് നിങ്ങളിലേക്കൊരു പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവർക്ക് വലിയ പ്രതിസന്ധികളുണ്ട്.
ശക്തമാകുന്ന പല തടസ്സങ്ങളെയും മറികടന്നാൽ മാത്രമാണ് നിങ്ങളിലേക്ക് വരാൻ സാധിക്കൂ. അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ ആ ഒരു നിരാശ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹം നഷ്ടപ്പെടുത്തിയതിലും അവരിപ്പം വേദനിക്കുന്നുണ്ട്. പ്ലസ് അവരൊരു റോങ് സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരെ എല്ലാം എന്താ പറയുക, സ്വയം സഹിക്കുന്ന ഒരവസ്ഥ. അതായത് നമുക്ക് ആ ഒരു നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു രീതിയിലും ഹാപ്പിനെസ് ഇല്ല, സംതൃപ്തി ഇല്ല. പക്ഷെ നമ്മളതങ്ങ് സഹിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻസിനെ അങ്ങ് മാനേജ് ചെയ്ത് ഒരു എന്താ പറയുക, വേദനയോട് കൂടി ആ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ വളരെ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നീ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു മനധൈര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആ വ്യക്തിക്ക് പോസിറ്റീവ് അല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊരു ബൗണ്ടറി ഉണ്ടാക്കി ഒരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളെ മുറുകെ പിടിക്കുന്നു, നിങ്ങളുടെ ഓർമ്മകളെ മുറുകെ പിടിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നു. അതായത് നിങ്ങളോടൊപ്പം ഒരു ലൈഫ് സിറ്റുവേഷൻ, ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ അവർ സ്വയം അങ്ങനെ അടിച്ചമർത്തുന്ന പോലെ, സ്വയം അതിനെ ഉള്ളിൽ ഒതുക്കുന്ന പോലുള്ളൊരു സിറ്റുവേഷൻസിലാണ്. അവർ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ സാധിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിൽ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഈഗോ അവർ നിങ്ങളോട് കാണിച്ചതിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതാകുന്ന ചില നേട്ടങ്ങളിലേക്കും ഫോക്കസ് ചെയ്തതിൻ്റെ, പേര്, പ്രശസ്തി, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അവർക്ക് മുന്നിലുള്ള മറ്റ് ഇമോഷണൽ ബന്ധങ്ങളിലേക്കൊക്കെ അവരൊരു പ്രാധാന്യം കൊടുത്തതാണ് ഇത്രയും വലിയ ഒരു നഷ്ടം എന്ന ഒരു സിറ്റുവേഷൻസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവരുടെ പാർട്ട്ണർ, അവരുടെ സോൾ കണക്ഷൻ, അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കുന്ന ഒരു എനർജി നിങ്ങൾ മാത്രമാണ് കേട്ടോ. കാരണം ഒരു പക്ഷേ അവർക്കൊരു സെൽഫിഷ് മെൻറ്റാലിറ്റി മാത്രമല്ല, അവരുടെ ക്യാരക്ടർ എനർജിയിലും ഒരു എടുത്തുചാട്ടവും തുറന്നു പറച്ചിലും, അതായത് ഇച്ചിരി ഓവർ തിങ്കിങ് കൂടിയ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുമായിരിക്കാം. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അവർക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ സാധിക്കുന്നു എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന അവർക്കൊരു വലിയ നഷ്ടം സംഭവിച്ചു. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ എന്നുള്ളൊരു ചിന്ത കൂടി അവരെ ബാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹാപ്പി ഫാമിലിക്ക് യോഗമുണ്ടായിരുന്ന, ഒരുമിച്ച് ഹാപ്പിനെസ്സോട് കൂടി എല്ലാ രീതിയിലും ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് പോകാൻ യോഗമുണ്ടായിരുന്ന റിലേഷനിൽ ഒരു എന്താ പറയുക, ഒരു തട്ടുകേട് സംഭവിച്ച അല്ലെങ്കിൽ ഒരു അശ്രദ്ധമാകുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തതിൽ അവർക്ക് ദുഃഖം ഇപ്പോൾ ഉണ്ട്. ശരിക്കും അവർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ, അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു എനർജീനെ, ആ ഒരു നിസ്സഹായതേനെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നഷ്ടബോധത്തിൽ നിന്ന് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ, ഓവർകം ചെയ്യണമെങ്കിൽ റിയൂണിയൻ തന്നെയാണ് വേണ്ടതെന്നുള്ളത് അവർക്കറിയാം. ജസ്റ്റിസ് എനർജിയാണ്. അതായത് അവരൊരു പാഠം പഠിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അവർ മറ്റാരിൽ നിന്നൊക്കെയോ ആർക്കൊക്കെയോ പ്രാധാന്യം കൊടുത്ത ആളുകളിൽ നിന്ന് അവർ നല്ല ശക്തമാകുന്നൊരു പാഠം പഠിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഒരു ഫാമിലി എനർജിയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നത് മറ്റുള്ളവരുടെ വാക്കിന് വാല്യൂ കൊടുത്തതിൻ്റെ പേരിൽ ഒരിക്കലും ഒന്നുമില്ലാതെ ഒരു ശൂന്യതയിൽ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുമൊക്കെ അവരിലിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർക്ക് ബന്ധങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ എല്ലാം തകർന്നൊരവസ്ഥ, അല്ലെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഒരു ജസ്റ്റിസ് പോലെ, കർമ്മ പോലെ അവരുടെ ലൈഫിൽ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ദ സൺറൈസിങ് എനർജി വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷമെന്ന് പറയുന്നത് അവരുടെ ഇൻറ്റ്യൂഷൻ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അവരെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് തന്നെയാണ് കേട്ടോ. അതായത് അവരുടെ ഏറ്റവും പ്രഷ്യസായ, അവർക്ക് ഏറ്റവും ഹാപ്പിനെസ് ലഭിക്കാവുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങളോടൊപ്പം തന്നെയാണ്, നിങ്ങളോടൊപ്പം സഹകരിച്ച് പോകുന്നത് തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ വളരെയധികം ആലോചിച്ച് വിവേകത്തോടു കൂടി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണമെന്നും, ആ തീരുമാനം എടുക്കുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവർക്കൊരു സൺറൈസിങ് സക്സസ് ആയിരിക്കുമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്.
പിന്നെ അവരെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങളിപ്പോഴും ആ ഒരു പഴയ സ്നേഹത്തോടു കൂടി നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എന്നുള്ളൊരു ചിന്തയും അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ സംബന്ധിച്ച് കൺഫ്യൂഷനുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. കാരണം തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് ഈ ഒരു റിലേഷനിൽ. തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യമാവാം, ഫാമിലി ലൈഫ് ആവാം, വ്യക്തിബന്ധങ്ങളാവാം, ഒക്കെ ആവാം കേട്ടോ. തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളെയും ആ വ്യക്തിനെയും കണക്ട് ചെയ്ത ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനും അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. ന്യൂ ബിഗിനിങ് എനർജിയാണ്. അതായത് ഒരിക്കൽ ഇമോഷണലി നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയ വ്യക്തി ഇപ്പം സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യാനും ന്യൂ ബിഗിനിങ്ങിലേക്ക് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ക്യൂനോസോഴ്സിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ശക്തമാകുന്ന ഒരു തിരിച്ചുവരവിനാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരിക എന്നതൊരു പൂർണ്ണതയായിരിക്കും. നിങ്ങളുടെ റിലേഷനിൽ റിയൂണിയൻ സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും എല്ലാം മനസ്സിലാക്കി ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് പല ഡിമാൻഡുകളും നിങ്ങൾക്ക് മുന്നിൽ വെച്ച പേഴ്സൺ നിങ്ങളിലേക്ക് ഇനി ഒരു ഡിമാൻഡുമില്ലാതെ പൂർണ്ണമായി നിങ്ങളിൽ അഡിക്റ്റഡായിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഒത്തു വന്ന് നിൽക്കാനാണ് സാധ്യത കാണുന്നത്. അതുപോലെ നിങ്ങളെ റിജക്റ്റ് ചെയ്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലം ഈ വ്യക്തിനെ ഫോക്കസ് ചെയ്ത വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അന്ന് നിങ്ങളെ റിജക്റ്റ് ചെയ്തത് ഇന്ന് അവർക്ക് കുറ്റബോധം പോലെയാണ് തോന്നിക്കുന്നത്. വലിയൊരു നഷ്ടബോധം, നിരാശ. അതായത് അവരെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ നിന്നും ഒരുപാട് കാലമൊന്നും സെപ്പറേറ്റഡ് ആയിട്ട് പോകാൻ സാധിക്കില്ല. ഇതൊരു വിധിയിൽപ്പെട്ട, ഡെസ്റ്റിനിയിൽപ്പെട്ടൊരു ബന്ധമാണ്. എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ഫീലിങ്സും ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. കാരണം എത്രത്തോളം കണക്റ്റഡ് ആവാതെ ഇംബാലൻസ് ആണ്, ഇത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നതല്ല, ഇതെനിക്ക് യോജിച്ചതല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് തന്നെ ഈ ബന്ധത്തിന് ആഴം കൂടുന്നു എന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ അവരെത്ര ശ്രമിച്ചാലും അവരെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആക്കുന്നു. നിങ്ങളുടെ ഗുണങ്ങൾ കൂടുതൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു, മനസ്സിലാക്കേണ്ടി വരുന്നു. അവരുടെ ചുറ്റുമുള്ള ബന്ധങ്ങളിലൂടെയാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാനം ഈ ഒരു എനർജിയിൽ തന്നെ ആയിരിക്കും എൻ്റെ എൻഡിങ്. അതായത് ആ ഒരു വ്യക്തി ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകേണ്ടി വരുന്ന അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിലേക്കായിരിക്കും കണക്റ്റഡ് ആകുക എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ വിവാഹം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ശരിക്കും ഇതൊരു കുറച്ചൊക്കെ കാർമിക് സമയമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കാർമിക്, അതായത് കർമ്മ സമയം അവസാനിച്ച് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു. അതായത് വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴി തിരിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫ്യൂച്ചറുണ്ട് കേട്ടോ. ഈ ഒരു റിലേഷന് ഫ്യൂച്ചറുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു ബന്ധനമായിരുന്നല്ലോ, ഇതെനിക്ക് എത്രത്തോളം ദുരിതവും ദുഃഖവും എൻ്റെ മനസ്സമാധാനവും എൻ്റെ സിറ്റുവേഷൻസുകളെ എല്ലാം വളരെ മോശമായിട്ട് കണക്റ്റ് ചെയ്ത് കടന്നു പോയിരുന്ന ഈ ഒരു റിലേഷന് ഒരു പക്ഷേ നിങ്ങൾ ചതിക്കപ്പെട്ടു, ഇരയാക്കപ്പെട്ടല്ലോ, പവർ ലോസിങ് വരുത്തിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ച ബന്ധമാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലി, ഒരു ഭാര്യ-ഭർതൃ ബന്ധത്തിലേക്കും ഒരു പൂർണ്ണതയിലേക്കും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്കുമൊക്കെ ആയിരിക്കും ഇനി ഒരു റിലേഷൻ വന്ന് ചേരുന്നത്. ഒരു പക്ഷേ ചിൽഡ്രൻസ് പ്രസൻസ് വരെ പലരിലും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ദ എംപറർ എനർജിയാണ്. നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരുപാട് അതിൻ്റെ പേരിൽ ഒരു പക്ഷേ മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തപ്പോഴൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വളരെ ശക്തമാകുന്ന ഈഗോ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അതെല്ലാം ഇപ്പോൾ അവരിൽ അവസാനിക്കുന്നു. അവരുടെ ഈഗോ പൂർണ്ണമായിട്ടും അവസാനിച്ച് ശരിക്കും അവർ നിരാശയും ദുഃഖവും അനുഭവിക്കുന്നു. ഉറങ്ങാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്ന് പോകുന്നത്.
അതായത് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റബോധവും വല്ലാതെ വേദനയും അവർ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും പറഞ്ഞു പോയ കുറേ വാക്കുകളെക്കുറിച്ചൊക്കെ ഓർത്ത് ഒരുപാട് നിരാശപ്പെടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വലിയൊരു വേദനയായി തീർന്നിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ. അതായത് നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ്, മോശം സമയത്തിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു കാർമിക് സർക്കിളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. അതായത് നിങ്ങൾ അനുഭവിച്ച എല്ലാ വിഷമങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. അവരുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാടുണ്ടായിരുന്നതെല്ലാം ഏകദേശം അവസാനിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും അവർക്കിപ്പം മെയിനായിട്ട് ഏറ്റവും പ്രാധാന്യമായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ എനർജിയെ മാത്രമാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്സിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ.